RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷക സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ലാ ലീഗ് സ്റ്റാർട്ടായി ബാഴ്സലോണയുടെ ആദ്യ മത്സരം കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ RCD മലർക്കയായിട്ടായിരുന്നു മത്സരം ഏകപക്ഷീയമായ 3-0 വിജയിച്ചു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ തന്നെ പറയാം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ മിന്നും ഫോമിൽ കളിച്ചുകൊണ്ടിരുന്ന ബാഴ്സലോണ ഈ സീസൺ തുടങ്ങി ആദ്യ മത്സരം വിജയിച്ചു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത്ര നല്ലൊരു മത്സരമല്ല, ബാഴ്സ ആരാധകർക്ക് കാത്തിരുന്ന പോലെ ഒരു നല്ലൊരു മത്സരമല്ല ബാഴ്സ നിന്ന് കിട്ടിയത്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ തന്നെ മലാർക്ക 36 മിനിറ്റിനുള്ളിൽ 2 റെഡ് കാർഡ് കിട്ടിയിട്ട് 2 പ്ലെയേഴ്സ് പുറത്തു പോകും, 2 യെല്ലോ കാർഡ് കിട്ടിയിട്ട് ഒരു പ്ലെയർ പുറത്തു പോയ സമയത്ത് ബാഴ്സയുടെ ഗോൾ കീപ്പറിന് നേരെ കാല് തലയിലേക്ക് പൊന്തിയതിന് ഡയറക്റ്റ് ആദ്യം യെല്ലോ കാർഡാണ് കിട്ടിയത്. അതിനുശേഷം റഫറി വാർ വിധിച്ച് അതിനുശേഷം റെഡ് കാർഡ് കിട്ടിയിട്ട് അങ്ങനെ 2 റെഡ്. എനിക്ക് തോന്നുന്നു ഈ 2 റെഡ് കാർഡ് കിട്ടിയ ശേഷമാണ് RCD മലോർക്കോ നല്ല രീതിക്ക് ഡിഫെൻഡ് ചെയ്ത് കളിക്കാൻ തുടങ്ങിയത്. ബാഴ്സയെ പോലെ ടീമിനോട് ഡിഫെൻഡ് ചെയ്യാതെ അവർക്ക് വേറെ വഴിയില്ലായിരുന്നു. 9 പേരുമായി ഒതുങ്ങിയ മലോർക്കോ ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിലൊക്കെ ശരിക്കും ബാഴ്സ ഒരു പ്രാക്ടീസ് മാച്ച് കളിക്കുന്ന പോലെ മലോർക്കോ ബസ് പാർക്ക് ചെയ്തിട്ട് ഡിഫെൻഡ് ചെയ്ത് കിട്ടിയ 1-2 കൗണ്ടർ അറ്റാക്കുകളൊക്കെ അവർ സ്കോർ ചെയ്യാൻ നോക്കി. പക്ഷെ ബാഴ്സയുടെ ഡിഫൻസും അതേപോലെ ഗോൾ കീപ്പറിന്റെ ഇടയിൽ അവരുടെ ഫിനിഷിംഗ് ഇല്ലായ്മ കൊണ്ട് അവർ അത് ഫിനിഷ് ചെയ്യാൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ഗോൾ പോലും തിരിച്ചടിക്കാൻ പറ്റാതെ നല്ലൊരു പ്രതീക്ഷയിൽ വന്ന് എവേ മാച്ച് ആയിരുന്നു ബാഴ്സയ്ക്ക്. അങ്ങനെ കളിയിൽ 3-0 ജയിച്ചു. യമാലായിരുന്നു മാൻ ഓഫ് ദി മാച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എല്ലാ പ്ലേയേഴ്സും അത്യാവശ്യം മിന്നുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സാറ്റിസ്ഫൈ ആയിട്ടുള്ള ഒരു മത്സരമല്ല ഇന്നലെ. തുടക്കം എന്നൊക്കെ പറയാം, പുതിയ സൈനികൾ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ അതേപോലെ പഴയ ഭാഷയും പുതിയ ഭാഷയും തമ്മിലുള്ള ഒരു മാറ്റം ഉണ്ടല്ലോ, അതിലോട്ടൊക്കെ ഒന്ന് നോക്കിയപ്പോൾ എനിക്ക് ഇന്നത്തെ കളി തോന്നി കുറെ ഏകപക്ഷീയമായ പ്ലേയേഴ്സ്, ഒരു എന്താ പറയാ, ഈ പാസിങ്ങിന്റെ കുറവുകൾ, അതേപോലെ ഗോൾ അടിക്കാനുള്ള എല്ലാവരും. റഫീനി ഇന്നലെ ബാഴ്സയ്ക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഫെറാൻ ടോറസ് ഇന്നലെ ഗോൾ സ്കോർ ചെയ്തു. യമാലിന്റെ 8ാമത്തെ ഷോട്ടാണ് ബോക്സിൽ 8ാമത്തെ ഗോളാവുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് യമാല് നല്ല പൊട്ടൻഷ്യലായി കളിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വിങ്ങുകളിലൂടെ കൗണ്ടറും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കളിയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ എവിടേക്കോ ആ പഴയ ബാഴ്സയുടെ ഒരു ഒത്തൊരുമയില്ലായ്മ, എന്താ പറഞ്ഞാൽ കിട്ടിയ ചാൻസ് ഒക്കെ വെറുതെ അടിച്ചു കളയാം. ശരിക്കും നല്ല രീതിക്ക് കളിച്ചാണെങ്കിൽ ചുരുങ്ങിയത് ഒരു 8 ഗോൾ അടിക്കേണ്ട ചാൻസ് ഉണ്ടായിരുന്നു. എല്ലാവരും പറയാം 2 റെഡ് കാർഡ് ഫസ്റ്റ് ഹാഫിൽ കിട്ടിയിട്ട് എന്തുകൊണ്ട് 3-0 അവസാനിച്ചു. 2 ഗോൾ ഓൾറെഡി സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ സെക്കൻഡ് ഗോള് ഫെറാൻ ടോറസിന്റെ ഗോള്, അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫുട്ബോൾ എല്ലാം അറിയാവുന്ന ആൾക്കാരാണ് ഈ കളിക്കുന്നത്. പക്ഷെ അവര് ഒരിക്കലും ഗോൾ കീപ്പറൊക്കെ ആ ഒരു ഹെഡ് ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ ഹെഡ് ചെയ്യുന്നു, പ്ലെയർ ഡിഫൻഡർ താഴെ വീഴുന്നു. ആ സമയത്ത് ഫെറാൻ ടോറസിന്റെ കാലിൽ ബോൾ ഇടുന്നു, ഗോൾ അടിച്ച് ഗോൾ പോസ്റ്റിലേക്ക് കയറ്റുന്നു. സ്വാഭാവികം ഗോളാണ് ചാൻസ്. പക്ഷെ ആ സമയത്ത് ഒരു നിമിഷം അവരുടെ ഗോൾ കീപ്പറൊക്കെ ഒന്ന് പതറിപ്പോയി, ഡിഫൻസ് ഒന്ന് പതറിപ്പോയി. ആ ചാൻസിൽ ഫെറാൻ ടോറസ് ഗോളാക്കി. റഫറിമാര് ഗോൾ വിധിച്ചു. അത് അങ്ങനെ. അതിനുശേഷം നടന്ന ഒരു റഫീനയുടെ ഒരു ടാക്കൽ ഉണ്ട്. ശരിക്കും ഞാനൊക്കെ വിചാരിച്ചു റഫീനയ്ക്ക് റെഡ് കാർഡ് കിട്ടി, എന്തോ ഒരു ഭാഗ്യം കൊണ്ട് മാത്രം. സത്യം പറഞ്ഞാൽ അത് റെഡിനുള്ളുണ്ട്. പക്ഷെ ഒരു സ്ലിപ്പർ അതിൽ ഉള്ളത് കൊണ്ട്, റഫീനി ഒരു സ്ലിപ്പ് ആയതുകൊണ്ടുള്ള ചാൻസും കൂടി കണ്ടുകൊണ്ടായിരിക്കാം റഫി അത് റെഡ് കാർഡ് വിധിക്കാതിരുന്നു. പക്ഷെ നല്ലൊരു ടാക്കിൾ, നല്ലൊരു ഫൗൾ തന്നെയായിരുന്നു അത്. ശരിക്കും മലർക്കോന്റെ ബെഞ്ചും അതേപോലെ കോച്ച് സ്റ്റാഫൊക്കെ അതിനെതിരെ ഭയങ്കര, പക്ഷെ വാറിന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, എന്താണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അത് റെഡ് കാർഡ് ഇല്ലാതെ യെല്ലോ കാർഡിൽ ഹാഫ് ടൈം പിരിച്ചു. ഹാഫ് ടൈമിന് മുമ്പ് തന്നെ അവരുടെ മെഡിക്കൽ സ്റ്റാഫൊക്കെ വന്ന് റഫീനിയോട് പോക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ബാഴ്സയുടെ ഫസ്റ്റ് ഹാഫ് പിന്നെയും കുഴപ്പമില്ലെന്ന് പറയാം. സെക്കൻഡ് ഹാഫ് എനിക്ക് തോന്നി ശരിക്കും ഇറങ്ങിയ ഒരു കളിയാണ്. ലെവൻഡോസ്കിക്ക് പരിക്കാരന് ഫെറാൻ ടോറസ് ആണ് സ്ട്രൈക്കറിന്റെ രൂപത്തിൽ സ്റ്റാർട്ട് ചെയ്ത്. എന്നിരുന്നാലും എന്തൊക്കെയോ ഒരു മിസ്സിങ്ങുകൾ കാണുന്നുണ്ട്. ആ ഒരു പഴയ ബാഴ്സ തുടക്കം, ഒരു പഴയ ബാഴ്സയില് അവർക്ക് എപ്പോഴാണ് റെഡ് കാർഡ് കിട്ടി, 2 റെഡ് കാർഡ് കിട്ടി അവര് ഒതുങ്ങിയത്. അതിനുശേഷം ബാഴ്സ ഒരു എന്താ, എനിക്ക് തോന്നുന്നത് അടുത്ത മത്സരങ്ങൾക്ക് വേണ്ടി ഈ മത്സരം വലിയ ടഫായി കളിച്ച് ഇനി ഫൗളുകളും അതേപോലെ ഇഞ്ചുറി ഒന്നും നേരിടരുത് എന്നുള്ള തീരുമാനത്തിൽ സെക്കൻഡ് ഹാഫ് ഇറങ്ങിയ പോലെയൊക്കെ എനിക്ക് തോന്നിയത്. തീർച്ചയായിട്ടും കളി കണ്ടവർക്ക് അറിയാൻ പറ്റും. ഭയങ്കര പ്ലാനിങ് ഒക്കെ ആയിട്ട് പാസ് ചെയ്ത് പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് വന്ന ശേഷം കുറച്ച് സ്പീഡായി. ഓൽമോടെ ബോളൊക്കെ പോസ്റ്റ് തട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഫെർമിന് ഫസ്റ്റ് ഹാഫ് നല്ല രീതിക്ക് കളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും റാഷ്ഫോർഡിന്റെ ഒക്കെ കളി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്ന് സിങ്ക് ആയിട്ടില്ല ഇപ്പോഴും ബാഴ്സയിൽ. എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് 1-2 ഫ്രണ്ട്ലി മാച്ചും ഫസ്റ്റ് ലാ ലീഗ് മാച്ചും, അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കളിച്ച മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിച്ച റാഷ്ഫോർഡിൽ നിന്ന് വലിയൊരു ഇമ്പാക്റ്റാണ് ഈ സീസണിൽ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ലെവൻഡോസ്കിന് അടുത്ത മത്സരത്തിൽ ലെവൻഡോസ്കി ഉണ്ടാവുന്ന ഉള്ളൊരു ന്യൂസ് കൂടി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഫെറാൻ ടോറസിനായിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് കൂടുതൽ.
ഇന്നലെ റഫീനയ്ക്കും ഒരുപാട് ചാൻസുകൾ, ഒരുപാട് ഗോൾ ആക്കാനുള്ള ചാൻസുകൾ കിട്ടിയത്. അതുപോലെ മലർക്കാൻ്റെ ഗോൾ കീപ്പർ അത്യാവശ്യം നല്ല രീതിക്ക് നല്ല സേവ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് അവരുടെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെ നമുക്കറിയാൻ പറ്റും എന്തൊക്കെയാണ് സംഭവിച്ചത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ റെഡ് കാർഡൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഒരു നല്ലൊരു ഫൈറ്റ് മാച്ച് കാണാമായിരുന്നു എന്നാണ്. കാരണം മലർക്ക് ചിലപ്പോൾ ഒന്നോ ഒരു ഗോളൊക്കെ അടിക്കും, നല്ല നല്ല ചാൻസുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഫിനിഷിങ് ഇല്ലായ്മയാണ് അവരുടെ മെയിൻ പ്രോബ്ലമായിട്ട് ഇന്നലെ കണ്ടത്. നമുക്ക് അവരുടെ സ്റ്റാറ്റസിൽ നോക്കുകയാണെങ്കിൽ മൊനാർക്കോ 4 ഷോട്ടാണ് എടുത്തത്. അതിലൊന്ന് മാത്രം ഓൺ ടാർഗറ്റിലേക്ക്. ഇവിടെ 24 ഷോട്ട് എടുത്തു, അതിൽ 8 ഓൺ ടാർഗറ്റിലേക്ക് ആയിരുന്നു. അപ്പം തന്നെ ആ ഗോളിയുടെ ഒരു മിടുക്ക് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. പൊസിഷൻ ആണെങ്കിൽ 28% മലർക്കയും 72% ബാഴ്സലോണ ഉണ്ടായിരുന്നു. പാസ് ചെയ്തത് 570 പാസുകൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 225 പാസുകൾ മാത്രമാണ് മലർക്ക കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 68% പാസിംഗ് കുറിച്ച് ഉണ്ടായിരുന്നു. ബാഴ്സലോണ 88% ഉണ്ടായിരുന്നു. ഫൗൾസ് 8ഉം 17 ഫൗളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. യെല്ലോ കാർഡുകൾ 2ഉം 1 വീതമായിരുന്നു. റെഡ് കാർഡ് 2ഉം 0ആണ്. അതേപോലെ ഓഫ് സൈഡ് 2ഉം 3ഉം. പിന്നെ കോർണേഴ്സ് ആണെങ്കിൽ 6 കോർണേഴ്സ് ബാഴ്സ വിൻ ചെയ്തപ്പോൾ മലർക്ക 3 കോർണേഴ്സാണ് വിൻ ചെയ്തത്. പിന്നെ എനിക്ക് തോന്നിയത് നല്ല അറോഹോന്റെ ഒക്കെ ഒരു ബാക്ക് ലൈൻ ഉണ്ടല്ലോ, അത് കഴിഞ്ഞ സീസൺ പോലെ ഓഫ് ലൈൻ ട്രാപ്പ് പോലൊന്നും ബാഴ്സയ്ക്ക് പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും അറോഹോനെ വെച്ചിട്ട് എത്രത്തോളം ഈ ഓഫ് ലൈൻ ട്രാപ്പിൽ ഇത് ചെയ്യാൻ പറ്റും, അൻസിഫ്ലിക്ക് ചെയ്യാൻ പറ്റുന്നത് കണ്ടു തന്നെ അറിയണം. എന്താ പറയുക, കഴിഞ്ഞ സീസണിൽ കുബാർസിയും മാർട്ടിനസും ചെയ്തൊരു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ട്. അതിൽ കുണ്ടയും ബാൾഡേക്ക് അതിന് നല്ല രീതിക്ക് സപ്പോർട്ട് കൊടുത്തിട്ട് എന്ത് രസമായിരുന്നു കഴിഞ്ഞ സീസണിൽ. ഫുട്ബോൾ ആരാധകർ മൊത്തത്തിൽ ഒന്ന് സംസാര വിഷയമായിരുന്നു ഈ ഹൻസി ഫ്ലിക്കിന്റെ ബാഴ്സലോണയുടെ ഓഫ് ലൈൻ ട്രാപ്പ്. അതിൽ ഒരുപാട് ബമ്പന്മാർ അതിൽ വീണതാണ്. അതിൽ വീഴാതെ പെട്ടത് എനിക്ക് തോന്നുന്നു ഇന്റർ മിലാൻ മാത്രമാണ്. അതുകൊണ്ടാണ് അവർ സെമി ഫൈനലിൽ നിന്ന് ഫൈനലിലേക്ക് ചാമ്പ്യൻസ് ലീഗ് കയറാൻ കാരണം. ആ ഓഫ് ലൈൻ ട്രാപ്പിന്റെ മധുരവും ഒരുപാട് അറിഞ്ഞതാണ് നമ്മുടെ റയൽ മാഡ്രിഡ് 4 പ്രാവശ്യം ഫ്രണ്ട്ലി അടക്കം 5 പ്രാവശ്യമാണ് പരാജയപ്പെട്ടത് ബാഴ്സലോണ. അതും പമ്പൻ ലീഡുകൾ. അതിൽ ഒന്നിലേറെ ഗോളുകൾ റയൽ മാഡ്രിഡ് ബാഴ്സലോണയുടെ വലയിൽ അടിച്ച് സെലിബ്രേഷൻ കഴിഞ്ഞ ശേഷമൊക്കെ എംബാപ്പയ്ക്കൊക്കെ ഒരുപാട് ട്രോളുകൾ കിട്ടിയ സീസൺ വരെയാണ് കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതേപോലെ ഇനിയൊരു ഇമ്പാക്ട് ഈ സീസണിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ കുബാർസിയും അറോഹവും തമ്മിലുള്ളൊരു കോംബോ വർക്കാണ്. കഴിഞ്ഞ സീസണിൽ കുബാർസിയും മാർട്ടിനസും തമ്മിലുള്ളൊരു കോംബോ ഉണ്ടായിരുന്നു. അതേപോലെ അവർക്ക് കറക്റ്റായിട്ട് അറിയാമായിരുന്നു ഏത് ഫോർവേഡ് ഡിഫൻഡറെ മറികടക്കുന്ന, എപ്പോൾ പാസ് ബോൾ വരുന്നു. നല്ല സുന്ദരമായ ഒരു ഫുട്ബോളായിരുന്നു ആ ഒരു ഓഫ് ലൈൻ ടർഫ്. ശരിക്കും ആത്മഹത്യപരമാണെന്ന് തന്നെ പറയാം. ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്നാലും അത് ബാഴ്സയിൽ നമ്മൾ കുറെ കാലത്തിന് ശേഷം കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ആൻസിഫ്ലിക്കിന് പുതിയൊരു തന്ത്രം കണ്ടപ്പോൾ നമ്മുടെ ടിക്കി ടാക്കൊക്കെ വന്നപ്പോൾ ഒരു ഇതുണ്ടായിരുന്നു, ടോട്ടൽ ഫുട്ബോൾ, അങ്ങനെ ഓരോന്ന് വരും. അങ്ങനെ ഒരു ഇതാണ് ഓഫ് ലൈൻ ട്രാപ്പ്. ഓഫ് ലൈൻ ട്രാപ്പിൽ ഇഷ്ടം പോലെ ഗോളുകൾ, ബാഴ്സയ്ക്കെതിരെ ഒരു 20ൽ കൂടുതൽ ഗോളുകൾ എതിർ ടീം അടിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഡിസ്ക്വാളിഫൈ ആകും, കാരണം ഓഫ് ലൈൻ ട്രാപ്പ് തന്നെ. അപ്പോൾ ഇനിയുള്ള മത്സരങ്ങളിൽ എന്തായിരിക്കും ബാഴ്സയുടെ മുന്നോട്ട് പോക്ക്, ആരായിരിക്കും ബാഴ്സയുടെ അറ്റാക്കിൽ ഉണ്ടാവുക? ലെവൻഡോസ്കി ആണോ സ്ട്രൈക്കറായിട്ട്, അതോ നമ്മുടെ ഫെറാൻ ടോറസ് ആണോ, അതോ റാഷ്ഫോർഡ് ആണോ? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ എത്തിച്ചതായിരിക്കും.